താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 6 പേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ കഴിയുന്ന 6 പ്രതികളാണ് ഹൈക്കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചത്. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു. കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾ നിലവിൽ വെള്ളിമാട് കുന്ന് ഒബ്സർവേഷൻ ഹോമിലാണ് കഴിഞ്ഞുവരുന്നത്. ഇവരുടെ ജാമ്യാപേക്ഷ നേരത്തെ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻ കോടതി തള്ളിയിരുന്നു. എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മരിച്ച മുഹമ്മദ് ഷഹബാസ്. താമരശ്ശേരിയിൽ ഷഹബാസ് ഉൾപ്പെടുന്ന MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ ട്യൂഷൻ സെന്ററിലെ കലാപരിപാടിയെ ചൊല്ലി ഉണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഫെബ്രുവരി 28-നായിരുന്നു സംഭവം. സംഘർഷത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ഷഹബാസിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നെഞ്ചക്ക് എന്ന ആയുധം കൊണ്ട് തലക്ക് അടിയേറ്റ ഷഹബാസ് വീട്ടിലെത്തി വൈകാതെ ബോധരഹിതനാവുകയായിരുന്നു. രക്ഷിതാക്കൾ ആദ്യം താമരശ്ശേരിയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും വെന്റിലേറ്റർ സഹായത്തോടെ ഒരു ദിവസം മാത്രമാണ് ഷഹബാസിന്റെ ജീവൻ നിലനിർത്താനായത്. മാർച്ച് 1-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഷഹബാസ് മരിച്ചു. SSLC എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് കിട്ടി പരീക്ഷ എഴുതാൻ കാത്തിരിക്കുകയായിരുന്നു ഷഹബാസ്. ഷഹബാസിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ ഉമ്മയും ഉപ്പയും അവനെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അവന് പഠിച്ച് വലുതായി പൈലറ്റായി അവന്റെ ഉമ്മയെയും ഉപ്പയെയും സംരക്ഷിക്കണം. ഉമ്മക്ക് പെൺമക്കൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ഷെയർ ചെയ്തിരുന്നത് ഷഹബാസിനോടായിരുന്നു. അവന് അവന്റെ ഉമ്മയെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. വീട്ടിലെ കുഞ്ഞു കുഞ്ഞു പണികൾ ചെയ്തും അനിയന്മാരെ നോക്കിയുമൊക്കെ ഷഹബാസ് ഉമ്മയെ സഹായിക്കും. ഷഹബാസിന്റെ ഉമ്മക്ക് നഷ്ടമായത് നമുക്കൊന്നും നികത്താൻ പറ്റാത്തതാണ്. ഷഹബാസ് ഇന്ന് ഭൂമിയിലില്ല. അവന്റെ ഘാതകർക്ക് ജാമ്യം കിട്ടാത്തത് ആ ഉമ്മക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും നൽകും.